ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം. ഹൈക്കോടതിയെ പോലും മാനിച്ചില്ല. ജസ്ന സലീം വീണ്ടും റീൽസ് ചിത്രീകരണം, വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. വീണ്ടും 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 പ്രശ്നമാണ്. അതായത് ഈ ജസ്ന സലീമിനെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്ന എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഹിന്ദുസിൻ്റെ സ്ഥലത്ത് കയറി ഫോട്ടോ എടുക്കാം. ഇത് മാത്രമേ ഉള്ളൂ ജസ്നയുടെ ഒരു സംഭവം. എന്നാലും ജസ്ന സലീമിൻ്റെ പുതിയ വിവാദത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണേ. കൃഷ്ണനും ഉണ്ട്, പുള്ളിക്കാരിയും ഉണ്ട്. കൃഷ്ണനും ഇപ്പോൾ ശരിക്കും ഭൂമിയിൽ ഫിസിക്കൽ ഫോമായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ കാരണം നോക്കി ഒരെണ്ണം പുളക്കും. അമ്മൊരു പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്തു വെക്കുന്നത്. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു പ്ലക്കനെ വെച്ച് കൊടുക്കുക. ഹൈപ്പിലും അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമൻറ്റ് ബോക്സ് എന്തെങ്കിലും കമൻറ്റ് ഇടുക. അതോടൊപ്പം തന്നെ ഒരു ലൈക്കും കൂടെ കൊടുക്കുക കേട്ടോ. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ജസ്ന സലീമിൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജസ്ന സലീമിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. റീക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീം ഒരു മുസ്ലിം സ്ത്രീയാണ്. മുസ്ലിം സ്ത്രീയാണ്. ഈ സ്ത്രീ കൃഷ്ണൻ്റെ പടം വരയ്ക്കും, കണ്ണൻ്റെ പടം വരച്ച് മറച്ചു വയ്ക്കും. നേരായ രീതിയിൽ വിൽക്കും. ഈ വിൽക്കുന്നത് അതിഭീകരമായ റേറ്റിനാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ എത്ര ദൈവത്തിൻ്റെ പടം വരച്ച് ഫ്രെയിം ചെയ്താലും മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവില്ല. നമുക്കെല്ലാം അറിയുന്ന കാര്യമോ. അപ്പോൾ പുള്ളിക്കാരി നിരന്തരമായിട്ട് കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുകയും പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് മൊത്തവും കോൺട്രവേഴ്സികളും ഇച്ചിച്ചി കണ്ടന്റുകളും വെറും കുൽസിത സാധനങ്ങളൊക്കെയാണ് പുള്ളിക്കാരി എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ എങ്ങനെ തകർക്കാം എന്നത് മാത്രമാണ് പുള്ളിക്കാരിയുടെ ലക്ഷ്യം. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ആദ്യം റീൽസ് ചിത്രീകരിക്കാനായിട്ട് അമ്പലത്തിൽ പോന്നു. അവർ ഗവൺമെൻറ് കോടതി അത് തടയിടുന്നു. വീണ്ടും ഒളിച്ച് കേക്ക് വെച്ചിട്ട് സൂം ചെയ്തെടുക്കുന്നു. വീണ്ടും പ്രശ്നം വന്നു. ഇപ്പോൾ വീണ്ടും ഗുരുവായൂർ അമ്പല നടയിൽ റീൽസ് ചിത്രീകരിച്ചു എന്ന രീതിയിൽ പുള്ളിക്കാരിക്കെതിരെ കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. നമുക്കതിലും ആദ്യം റിപ്പോർട്ടർ വന്ന വാർത്ത ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറേ റിപ്പോർട്ടുകൾ പറയാം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം. ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. നേരത്തെ ഗുരുവായൂരിൽ ജസ്ന റീൽസ് ചിത്രീകരിച്ചതിനെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജെയ്സൺ ചവണപ്പിലുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ ചോദിക്കുന്നത് ജസ്നയ്ക്ക് മടുക്കില്ല എന്നാണ്. എപ്പോഴും ഇതിനും വേണ്ടി നിയമലംഘനം നടത്താൻ ഇവർക്ക് ഇത് എങ്ങനെ പറ്റുന്നത്? അവിടെ ചിത്രീകരിക്കരുത്. ഇല്ല, ഞാൻ അവിടെ തന്നെ ചിത്രീകരിക്കും. എനിക്ക് അവിടെ ചിത്രീകരിച്ചാലേ സംതൃപ്തി കിട്ടും. ഇതാണ് പുള്ളിക്കാരി ചെയ്യുന്നൊരു നടപടി എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ചിത്രീകരണം പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു, ഉത്തരവായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് പോലും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനുള്ള സാധ്യത അവിടെ ഇല്ലായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അതേ വ്യക്തി തന്നെ, ജസ്ന സലീം എന്ന വ്യക്തി തന്നെ വീണ്ടും ചിത്രീകരണം. ഇത് രണ്ടും രണ്ടാട്ടോ. ഇത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള റീൽസും ഇത് മറ്റൊരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള റീലും. അപ്പോൾ ഈ റിപ്പോർട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടില്ലേ. അപ്പോൾ ഇവർ അമ്പലത്തിലുള്ള എല്ലാ സാധനവും പെറുക്കി ഇട്ടിട്ട് അടിച്ചു കേട്ടോ. അത് കാര്യമായിട്ട് എടുക്കണ്ട. അവർ ഭക്തർ വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ. അതിനെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി അന്തരീക്ഷത്തെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അതൊക്കെ അല്ല, നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നിയമം ലംഘിക്കണം. എന്നെങ്കിൽ എല്ലാം റീച്ച് കിട്ടി അല്ലേ പുള്ളിക്കാരുടെ പടം നാട്ടുകാർ മേടിക്കത്തുള്ളൂ. പടം നാട്ടുകാർ മേടിച്ചല്ലേ പുള്ളിക്കാരിക്ക് കാനുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ സാമാനങ്ങൾ ഉണ്ടാക്കണം. ഇനി ഈ പുള്ളിക്കാരി ഇതിനെ വന്ന് ന്യായീകരിച്ച് മെഴുകുന്നൊരു സാധനമുണ്ട്. നമുക്ക് ആ മെഴുകുകളൊന്ന് കാണാം കേട്ടോ. എങ്ങനെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളുണ്ടോ? ആ സ്മൃതിയെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ്, എന്തൊക്കെ തോന്നിവാസം നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഒന്ന് പറയും പിന്നത് മാറ്റി പറയും, പിന്നത് മാറ്റി പറയും. നിങ്ങൾ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനു വേണ്ടി കള്ളം പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ. എന്തോരം കള്ളങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലും കള്ളമാണോ എന്ന് സംശയിക്കാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബാക്കി പറ. നിങ്ങളൊക്കെ ഇപ്പം ന്യൂസ് കാണുന്നില്ലേ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം വീണ്ടും ഗുരുവായൂരിൽ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകാരും അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. എന്തെങ്കിലും ചാറ്റ് നിൻ്റെയാണോ? അപ്പം എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ? അത് നിങ്ങളെടുത്ത് നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത സാധനമാണ് വന്നത്. നിങ്ങൾ ഇപ്പോൾ എടുത്താണോ മുമ്പ് എടുത്താണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ അതിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ബാക്കി പറ.
വേറൊരു ചാനലുകാരെടുത്ത് പോസ്റ്റ് ചെയ്തതിന് എൻ്റെ പേരിൽ എന്തിനാ കേസ് കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണുള്ളത്. ഗുരുവായൂർ പരിസരത്ത് നിന്ന് എവിടുന്നെങ്കിലും വീഡിയോഗ്രാഫി അനുവദിക്കാത്തൊരിടത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നപ്പേക്കും അത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലും പല ചാനലുകളിലും ഇപ്പോഴേക്കും അത് പ്രചരിക്കേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ചാനലുകളിലോ അല്ലെ പേജിലോ നിങ്ങൾ പ്രചരിച്ചത് കണ്ടോ? പ്രചരിച്ചത് കണ്ടു, ഞാൻ കാണിക്കാം പ്രചരിച്ചത്. ഇത് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന തോന്നിവാസം എല്ലാം കാണിക്കും. ഈ തോന്നിവാസം എല്ലാം കാണിച്ചതിന് ശേഷം അതിനെ വന്നിരുന്ന് ഭയങ്കര ന്യായീകരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരി ഭയങ്കര ന്യായീകരണങ്ങളൊക്കെ ന്യായീകരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വീണ്ടും റീൽസ് ചിത്രീകരിച്ചു. റീൽസ് ചിത്രീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് ചിത്രീകരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി റീൽസ് ചിത്രീകരിച്ചു. പല തവണയായിട്ട് ഇവരോട് അവിടെ റീൽസ് ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് കേസ് എഴുതുവാണെങ്കിൽ എല്ലാ ദിവസവും ജസ്ന സലീമിനെതിരെ റീൽസ് ചിത്രീകരിച്ചു, ജസ്ന സലീം റീൽസ് ചിത്രീകരിച്ചു, ഇമ്മാതിരി പരാതികൾ എഴുതിക്കൊണ്ടേയിരിക്കണം. ആ തരത്തിലാണ് ഈ ജസ്ന പലയിടത്തായിട്ട് പോയി റീൽസ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചെയ്തിട്ട് ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത്, അതൊരുമാതിരി വൃത്തികെട്ട ഏർപ്പാടാണ്. അതിലും നല്ലത് നിങ്ങൾ ചെയ്തു എന്ന് പറയാം. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഇവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണോ അതോ ശരിക്കും ഇത് സംഭവിച്ച സാധനമാണോ നമുക്കറിയത്തില്ല. നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്ന സലീമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഈ ഇൻസ്റ്റാഗ്രാം പേജിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവം എന്ത് ചെയ്ത് പറ. ജസ്ന സലീം എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷ്ണനെ വരച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു സ്ത്രീ. ഓക്കെ, ഇത് 2 മണിക്കൂർ മുമ്പിട്ടിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. 14 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റ്, ഇപ്പം നമ്മൾ ഈ കണ്ടത് 22 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റ്. അതിനകത്താണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു ദിവസം മുമ്പ് ഇവരിതേപോലെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി വീണ്ടും ഇവർ ഈ മെഴുകില്ല, അതായത് ഒരു ടോപ്പിക്ക് തന്നെ കുറേ തവണ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ സാധനമായിട്ട് നമുക്ക് നോക്കാം. ഇത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവരെ നമ്മൾ ആ ഒരു വീഡിയോ ചിത്രീകരിച്ച് അല്ലെങ്കിൽ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള സാധനത്തിൽ നമ്മൾ കണ്ടത്. ഇത് 4 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ഇവരിപ്പോൾ നമ്മൾ ഈ റീൽസ് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് ചാനലെല്ലാം കാണിച്ച അതേ ഡ്രസ്സിലിട്ടിട്ടാണ് ഇവർ ഈ ഒരു റീൽസും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്, ഈ ഒരു റീലാണ് നമ്മൾ ഇപ്പോൾ ആ ന്യൂസുകാരെല്ലാം കാണിച്ചത് നമ്മൾ കണ്ടത്. ഇവർ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള രീതിയിൽ ഈ റീൽസ് ചിത്രീകരിച്ചതിൻ്റെ നോക്കുകയാണെങ്കിൽ 4 ദിവസം മുമ്പാണ് ഇവരുടെ സ്വന്തം പേജിൽ ഇവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ 4 ദിവസം മുമ്പേ എന്നും എടുത്ത വീഡിയോ 4 ദിവസം മുമ്പ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വീഡിയോ ഒന്നും ചിത്രീകരിക്കല്, ഫോട്ടോ ഒന്നും ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്നും എടുത്ത വീഡിയോ തന്നെ വെച്ചോ, നിങ്ങളിപ്പോൾ അതാണല്ലോ പറയുന്നത്. ആ വീഡിയോ എടുത്തിട്ട് 4 ദിവസം മുമ്പ് ഇവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെതിരെ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യും, കേസ് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇവർ തന്നെ അങ്ങ് ന്യായീകരിക്കുകയാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഇവർ തന്നെ അങ്ങ് ന്യായീകരിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ കള്ളം പറയും, ഒരു മര്യാദയ്ക്കുള്ള കള്ളം പറയും. അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയുള്ള വീഡിയോ അതേ ദിവസം തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ എന്ന് പറയുമായിരിക്കും, പക്ഷേ ഇത് പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോഴും നിങ്ങളിത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവർ പിന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പണ്ട് സ്മൃതിയുടെ കേസിൽ ചുമ്മാ സ്മൃതിയെ എവിടെ പോയി അബോർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് കണ്ട്, ഞാനങ്ങ് അപവാദം പ്രചരിപ്പിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾ ഇത്രയും നല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് നിങ്ങളാരും വിശ്വസിക്കാത്തത്, നിങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യാത്തത് കേട്ടോ. നിങ്ങളെ ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്യുന്നില്ല. ഏതായാലും ഈ വീഡിയോ കണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ പറ്റും. ബൈ.